നമസ്കാരം. നേപ്പാളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 500-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. ഇത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ 288-ലധികം പേരെ കാണാതാവുകയും 300-ഓളം പേർ തിബറ്റ് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കുള്ള വിവരം. ഇനി മറ്റൊരു പ്രശ്നം, ഈ ഹിമാലയൻ അതിർത്തി മേഖലയിലുണ്ടായ മഞ്ഞുപാളി തകർച്ചയെ തുടർന്നുണ്ടായ ഒരു ദുരന്തം എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. അല്ലാതെ ഒരു മിന്നൽ പ്രളയം എന്ന് പറഞ്ഞ മേഘവിസ്ഫോടനം പോലുണ്ടായ ഒരു സാധനമല്ല. അപ്പോൾ ഇതൊരു വലിയൊരു പ്രകൃതി ദുരന്തമാണ്. പക്ഷേ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നതാണ് എന്നുള്ളതാണ് പുതിയ വിവരം. കാരണം ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗങ്ങളായുള്ളതും കാഠ്മണ്ഡു ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇൻ്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെൻറ്റ് ICIMOD ഇവർ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 19 മുതൽ 27 മീറ്റർ വരെ കനമുള്ള ഹിമാനികൾ അല്ലെങ്കിൽ ഐസ് അത് 1975 മുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ നമ്മളറിയാം, ഇത് ഹിമാലയൻ മലയിടുക്കുകളിലാണ്. അവിടെ പലയിടങ്ങളിലായിട്ട് ഹിമാനികൾ, വലിയ മഞ്ഞുമലകൾ രൂപപ്പെട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഐസ് രൂപപ്പെട്ട് കിടപ്പുണ്ട്. ഇത് 1975 മുതൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് വലിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനമോ പ്രകൃതി പ്രതിഭാസമോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇവർ നേരത്തെ തന്നെ കൊടുത്തുവിട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഹിമാനികളെ ഏഷ്യയുടെ ജലസംഭരണികൾ എന്ന് പോലും വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം നേപ്പാൾ, ഇന്ത്യ, ചൈന അല്ലെങ്കിൽ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പല വലിയ നദികളുടെയും ഉത്ഭവസ്ഥാനം ഈ ഹിമാനികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു ജലസംഭരണിയായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അത്രയ്ക്കും വലിയ വെള്ളം ഐസ് രൂപത്തിൽ ഇവിടെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അപ്പോൾ ഇവർ ഈ നേരത്തെ പറഞ്ഞ ആ സമിതി, അതായത് ICIMOD, അവർ കഴിഞ്ഞ മാർച്ചിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 1990-നും 2020-നും ഇടയിൽ, അതായത് നമ്മുടെ ഹിമാലയൻ മേഖലയിൽ ഹിമാനികൾക്ക് അവയുടെ മൊത്തം വിസ്തൃതിയുടെ ഏകദേശം 12% കണക്കാക്കപ്പെട്ട ഐസ് ശേഖരത്തിൻ്റെ 9% നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. ഈ ഹിമാനികൾ പിൻവാങ്ങുന്നതിൻ്റെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് കൂടുതൽ പാറക്കെട്ടുകളും നഗ്നമായ പ്രദേശങ്ങളും അതോടെ തുറന്നു കാട്ടപ്പെടും. അതോടുകൂടി ആ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുകയും ചൂടാകിരണം ചെയ്ത് ഈ മഞ്ഞുപാളികൾ ഉരുകുന്നത് അല്ലെങ്കിൽ അത് ദുർബലപ്പെടുന്നത് വേഗത്തിലാകുകയും ചെയ്യും. ഈ മറ്റൊരു ഗുരുതരമായ സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടിയത്, സാധാരണ ഈ പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ 4000 മീറ്ററിനും അതിനു മുകളിലുള്ള പ്രദേശങ്ങളിൽ മഞ്ഞ് പെയ്യുന്നതിന് പകരം മഴ പെയ്യുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഈ അപകടത്തിന് കാരണമായേക്കാം എന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ മാർച്ചിൽ റിപ്പോർട്ട് നൽകിയതാണ്. എന്നിട്ടും വേണ്ട നടപടികൾ ചൈനയോ നേപ്പാളോ എടുത്തിരുന്നില്ല. അതിൻ്റെ ദുരന്തഫലമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നുള്ള കൃത്യമായ ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ പ്രകൃതിയെ മാത്രം പഴിച്ചുകൊണ്ട് നമുക്കിതിൽ നിന്ന് അതിനൊരു കാരണം കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇതിൽ വില്ലനായിട്ട് ഒരു രാജ്യം വരികയാണ്. ആ രാജ്യത്തിൻ്റെ പേര് ചൈന എന്നാണ്. ഈ പ്രകൃതി ദുരന്തം ചൈന സൃഷ്ടിച്ചതാണോ, ചൈനയുടെ അട്ടിമറിയാണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. അതിൻ്റെ കാരണം നേപ്പാൾ ചൈന അതിർത്തിയിലെ ലാങ്തോങ് ലിറൂങ് പർവ്വതനിരയിലുണ്ടായ വലിയ ഹിമപാളിയുടെയും പാറക്കെട്ടുകളുടെയും തകർച്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഹിമാലയൻ മേഖലയിലെ മഞ്ഞുപാളികൾ വേഗത്തിൽ ഉരുകുന്നത് എന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ ഉണ്ടായേക്കുന്നത്. പക്ഷേ ഇതിൽ ചൈനയുടെ പങ്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിബറ്റ് അതിർത്തിയിൽ ചൈന നടപ്പിലാക്കിയ അശാസ്ത്രീയമായ ജലവൈദ്യുത പദ്ധതികളും റോഡ് നിർമ്മാണങ്ങളും മലനിരകളുടെ ഉറപ്പ് വലിയ രീതിയിൽ കുറച്ചു എന്നുള്ള ഒരു നിഗമനം ഇപ്പോൾ വരികയാണ്. പ്രളയം ആദ്യം ചൈനീസ് ഭാഗമായ ജിലോങ് മേഖലയിൽ ബാധിച്ചെങ്കിലും താഴെയുള്ള നേപ്പാളിലേക്ക് കൃത്യസമയത്ത് മുന്നറിയിപ്പ് നൽകാനും ചൈന തയ്യാറായില്ല എന്ന ആക്ഷേപവുമുണ്ട്. പക്ഷേ ഈ അണക്കെട്ട്, അവിടെ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നു ചൈന, അതടക്കം തകർന്നുപോയി എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം വന്നത്. പക്ഷേ ആ അണക്കെട്ട് തകർന്നാണ് പ്രളയമുണ്ടായത് എന്ന റിപ്പോർട്ട് ചൈനീസ് എംബസി ഇപ്പോൾ തള്ളിക്കളയുകയാണ്. പ്രകൃതിക്ഷോഭമാണ് ഇരുഭാഗത്തും നാശനഷ്ടം ഉണ്ടാക്കിയതെന്നും
ചൈന ഇപ്പോൾ വാദിക്കുകയാണ്. ടിബറ്റ് അതിർത്തിയിൽ ചൈന വലിയ തോതിൽ നിർമ്മിക്കുന്ന സിയാഓഗാങ് അതിർത്തി ഗ്രാമങ്ങളും പ്രധാന ആരോപണ നിഴലിലുണ്ട്. അപ്പോൾ ഈ അതിർത്തി ഗ്രാമങ്ങൾ പുതിയ മോഡൽ സിറ്റികൾ ആക്കിയത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ അവർ മലനിരകൾ ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട്, പാറകൾ പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി ഭൂപ്രദേശത്തെ പ്രകൃതിയുടെ സ്വാഭാവികത ഉറപ്പ് കുറയ്ക്കുകയും ഇത് കനത്ത മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും ആക്കം കൂട്ടി എന്നുള്ള നിഗമനം വരുന്നുണ്ട്. മറ്റൊരു സംഭവം രസുവ അതിർത്തിയിലെ ഗൈറോങ് നഗര വികസനത്തിൻ്റെയും പോർട്ട് നിർമ്മാണത്തിൻ്റെയും ഭാഗമായി ത്രിശൂലി, ഭോട്ടെക്കോശി നദികളുടെ സ്വാഭാവിക ഒഴുക്ക് കൃത്രിമമായി മാറ്റുകയോ വീതി കുറയ്ക്കുകയോ ചെയ്തു. നദീതീരങ്ങളിൽ വലിയ കൽക്കെട്ടുകളും വികസനങ്ങളും കേന്ദ്രീകരിച്ചത് മൂലം അതിർത്തിക്ക് മുകളിൽ വെള്ളത്തിന്റെ അളവ് കൂടിയപ്പോൾ ഉയർന്ന വേഗതയിൽ വെള്ളം നേപ്പാൾ ഭാഗത്തേക്ക് ഇരച്ചു കയറാൻ കാരണമാവുകയും ചെയ്തു. അതിർത്തിയിലെ കുന്നിൻ ചെരിവുകളിൽ ചൈന നടത്തുന്ന ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളുടെ നിർമ്മാണം മണ്ണിൽ ബലക്ഷയമുണ്ടാക്കിയതായി ചൈനീസ് ശാസ്ത്രജ്ഞർ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുമാണ്. തകർന്നു വീണ മഞ്ഞുപാളികളും അവശിഷ്ടങ്ങളും ചൈനീസ് ഭാഗത്തെ നിർമ്മാണ മേഖലകളിൽ തടസ്സം സൃഷ്ടിക്കുകയും തുടർന്ന് ഈ താൽക്കാലിക തടസ്സങ്ങൾ ഒരുമിച്ച് പൊട്ടി താഴേക്ക് ഒഴുകിയതുമാണ് നേപ്പാളിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയത് എന്നുള്ളതാണ് ഒരു നിഗമനമായിട്ട് വരുന്നത്. നേപ്പാൾ ഭാഗത്തുള്ള ലാങ്താങ് ലിറൂങ് പർവ്വതനിരയിലെ ഹിമാനികളുടെ അടിത്തറ തകർന്ന് വൻതോതിൽ മഞ്ഞും പാറകളും താഴെയുള്ള ലിൻഡെ നദിയിലേക്ക് പതിക്കുകയായിരുന്നു. ഇത് നദിയിൽ ഒരു കൃത്രിമ തടസ്സം സൃഷ്ടിക്കുകയും മിനിറ്റുകൾക്കകം ആ തടസ്സം പൊട്ടി വൻതോതിൽ മലവെള്ളപ്പാച്ചിലായി താഴേക്ക് ഒഴുകുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒഴുക്കിൽ വഴിയിലുണ്ടായിരുന്ന സകലതും തച്ച് തകർത്തുകൊണ്ടുള്ള ഒരു പോക്കാണ് വന്നത്. അതാണ് നമ്മളിപ്പോൾ TV ദൃശ്യങ്ങളിലൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഗതി കൊണ്ട് നേപ്പാളിന് വലിയ നാശനഷ്ടമുണ്ടായി. ഇന്ത്യക്ക് ഭീഷണി ഉണ്ടോ ഇതുകൊണ്ട്? കാരണം ഇന്ത്യയും ഒരു അതിർത്തി രാജ്യമാണല്ലോ ഈ പ്രദേശത്തിൻ്റെ. തീർച്ചയായിട്ടും ഉണ്ട്. നേപ്പാളിൽ ഉണ്ടായതിന് സമാനമായ അതീവ ഗുരുതരമായ പ്രകൃതി ദുരന്ത ഭീഷണി ഇന്ത്യൻ ഹിമാലയൻ മേഖലകൾക്കും നിലവിലുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവയാണ് ഈ ഭീഷണിയുടെ നിഴലിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ. ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന യാർലുങ് സാങ്പോ, അത് ചൈനീസ് ഭാഷയിലുള്ള പേരാണ്, നമുക്കതിനെ അറിയാവുന്ന ഭാഷയിൽ ബ്രഹ്മപുത്ര എന്ന് പറയാം. അത് ചൈന ടിബറ്റ് അതിർത്തിയിൽ 60,000 മെഗാവാട്ടിൻ്റെ ഒരു ഭീമൻ പദ്ധതി, ജലവൈദ്യുത പദ്ധതി അവിടെ നിർമ്മിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേര് മെഡോഗ് എന്ന ജലവൈദ്യുത പദ്ധതിയാണ്. ഈ പ്രളയബാധിത പ്രദേശത്ത് നിന്നും അകലെ, ഇപ്പോൾ പ്രളയമുണ്ടായ സ്ഥലത്തല്ല ഇത്, കുറച്ചങ്ങ് മാറിയാണ്, ടിബറ്റിലെ മറ്റൊരു ഭാഗത്താണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത്. അതിന് ഈ ദുരന്തവുമായി നേരിട്ട് ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അപകട ഭീഷണി ഇല്ല എന്നതിനർത്ഥമില്ല. എന്നാൽ ഹിമാലയൻ മേഖലകളിൽ ഇത്തരം മെഗാ പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്ന വലിയൊരു മുന്നറിയിപ്പായിട്ട് ഇപ്പോൾ ഉണ്ടായ ഈ അപകടത്തെ നമുക്ക് വിലയിരുത്താം. അതീവ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണിത്. നേപ്പാളിൽ ഉണ്ടായതുപോലെ ഒരു ഹിമപാതമോ മണ്ണിടിച്ചിലോ ഭൂചലനമോ മൂലം ഈ ഡാമുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അരുണാചൽ പ്രദേശ്, അസം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ പ്രളയത്തിന് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. ഒരു വാട്ടർ ബോംബ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമായി മാറാൻ പോകുന്ന ഈ ഡാം ഏകദേശം 60,000 മെഗാവാട്ട് ശേഷിയുള്ളത് കൊണ്ടാണ് അതിന് പറയുന്നത്. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരു നയതന്ത്ര ആയുധമായിട്ടാണ് ചൈന കരുതുന്നത് എന്നതുപോലും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. യുദ്ധകാലത്തോ തന്ത്രപ്രധാനമായ മറ്റ് സാഹചര്യങ്ങളിലോ ചൈന ഈ ഡാമിലെ വെള്ളം വലിയ തോതിൽ ഒന്നിച്ചു തുറന്നു വിട്ടാൽ അത് അരുണാചൽ പ്രദേശിലും അസമിലും മിനിറ്റുകൾക്കുള്ളിൽ വിനാശകരമായ മഹാപ്രളയത്തിന് കാരണമാകും. അതുകൊണ്ടാണ് ഇതിനെ ഒരു നയതന്ത്ര ആയുധമായിട്ട് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ മെഗാ ഡാം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ ഒന്നായ ഹിമാലയൻ ഫോൾട്ട് ലൈൻ എന്ന പ്രദേശത്തും കൂടിയാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് ഒരു ഭൂകമ്പം ഉണ്ടായാൽ പോലും അത് എത്രത്തോളം അത് ആഘാതം സൃഷ്ടിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ചൈനീസ് ഭൂഗർഭ ശാസ്ത്രജ്ഞർ തന്നെ ഈ പ്രദേശത്തെ വലിയ മണ്ണിടിച്ചിൽ സാധ്യതകളെക്കുറിച്ച് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയ ഹിമപാതങ്ങൾ ഡാമിലേക്ക് പതിക്കുകയോ ചെയ്താൽ ഡാം തകരുകയും താഴെയുള്ള കോടിക്കണക്കിന് ജലങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് മാത്രമല്ല ഇന്ത്യക്ക് തലവേദന. ചൈന നിർമ്മിക്കുന്ന ഈ ഒരു ഡാം നിർമ്മാണം മാത്രമല്ല, പ്രകൃതിദത്തമായ ചില പ്രശ്നങ്ങൾ കൂടി ഇന്ത്യക്ക് ഭീഷണിയായിട്ടുണ്ട്. അത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നടത്തിയ ഉപഗ്രഹ പഠനങ്ങൾ പ്രകാരം
ഹിമാലയൻ മേഖലകളിലെ ആയിരക്കണക്കിന് ഹിമാനി തടാകങ്ങൾ അതിവേഗം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹിമാനി തടാകം? ഐസാണ് അവിടെ ഉള്ളത്. ഈ ഐസ് ഉരുകി അവിടെ വെള്ളം കെട്ടി തടാക രൂപത്തിലായി കിടക്കുന്നതിനാണ് ഹിമാനി തടാകം എന്ന് പറയുന്നത്. അത് വലിയൊരളവിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഐസ് വലിയ തോതിൽ ഉരുകുന്നു എന്നാണ്. ആഗോള താപനം മൂലം മഞ്ഞുപാളികൾ ഉരുകി ഈ തടാകങ്ങളിലെ വെള്ളം കവിയുകയോ നേപ്പാളിലെ പോലെ മലയിടിഞ്ഞ് മഞ്ഞുപാളികൾ തടാകത്തിലേക്ക് പതിക്കുകയോ ചെയ്താൽ ഹിമാനി തടാക വിസ്ഫോടനം സംഭവിക്കും. നേപ്പാളിലെ ദുരന്തം ഇന്ത്യക്ക് പുതിയ ഒരു മുന്നറിയിപ്പ് എന്ന രീതി ഒരു മുന്നറിയിപ്പല്ല. കാരണം സമാനമായ പ്രകൃതിക്ഷോഭങ്ങൾ ഇന്ത്യ നേരത്തെയും അനുഭവിച്ചിട്ടുണ്ട്. അത് 2023 സിക്കിം ദുരന്തം. സിക്കിമിലെ സൗത്ത് ലൊനാക് തടാകം പൊട്ടിയൊലിച്ചത് മൂലമുണ്ടായ പ്രളയത്തിൽ തീസ്ത നദിയിലെ ഡാം തകരുകയും 170-ലധികം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. 2021 ചമോലി ഉണ്ടായ ദുരന്തം, അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മഞ്ഞുപാളി തകർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 ജലവൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായി തകരുകയും 100 കണക്കിന് പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. 2013 കേദാർനാഥ് ദുരന്തത്തിൽ ചോരാബാരി തടാകം പൊട്ടിയുണ്ടായ പ്രളയത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിമാലയൻ ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തുന്നത്. ഉയർന്ന അപകട സാധ്യതയുള്ള 200ഓളം ഹിമാനി തടാകങ്ങൾ ISRO സഹായത്തോടെ ഉപഗ്രഹ നിരീക്ഷണവും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ ഇപ്പോൾ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ചൈനയുടെ അതിർത്തിയിലെ മെഗാ പ്രോജക്റ്റുകൾ ഇന്ത്യക്കുണ്ടാക്കുന്ന ഭീഷണികളെക്കുറിച്ചുള്ള നയതന്ത്രപരമായ ആശങ്കകൾ ഇന്ത്യ വീണ്ടും ശക്തമാക്കാൻ ഈ പുതിയൊരു സംഭവം കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ ആശങ്ക കൃത്യമായി ചൈനയെ ഇനിയും അറിയിക്കാൻ തന്നെയാണ് സാധ്യത. തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഇപ്പോൾ ചൈനയുമായിട്ടൊരു തർക്കത്തിന് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന, അതായത് ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലമുണ്ട്, തിബറ്റ് അടക്കമുള്ള മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ചൈനീസ് നേപ്പാൾ അധികൃതരുമായി തുടർച്ചയായ നയതന്ത്ര ഏകോപനത്തിനാണ്, അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനുമാണ് ഇന്ത്യ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അയൽ രാജ്യത്തിന് മുൻഗണന നൽകുക, അതായത് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും ആദ്യഘട്ടമായി വ്യോമസേനയുടെ വിമാനത്തിൽ ടൺ കണക്കിന് ദുരിതാശ്വാസ സാമഗ്രികളും കാഠ്മണ്ഡുവിലേക്ക് ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ചൈനയുടെ ഭാഗത്ത് നിന്ന് കൃത്യസമയത്ത് പ്രളയ മുന്നറിയിപ്പുകൾ നേപ്പാളിന് ലഭിച്ചിട്ടില്ലെന്ന ആരോപണം ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ചൈന കൃത്യമായി കൈമാറുന്നില്ല എന്നുള്ളത് ഇന്ത്യക്കും സമാനമായ ഒരു ദുരന്ത ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം.